ഹായ് ഓൾ. ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ അതൊരാൾ എനിക്കത് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. എന്താണ് ട്രസ്റ്റ്, എങ്ങനെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെൽക്കം വൺ ആൻഡ് ഓൾ ടു സ്ലേറ്റഡ് സ്റ്റോറീസ്. അപ്പോൾ ഈ കഥ നടക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നടന്നൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ഞാൻ താമസിച്ചിരുന്നൊരു പി ജിയിലാണ്. മാർത്തഹള്ളി ഒക്കെ അടുത്തൊരു പി ജിയിലായിരുന്നു ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ താമസിക്കുന്ന പി ജിയിൽ ഒരു പട്ടിയുണ്ട്. കുറച്ച് അത്യാവശ്യം നല്ല സൈസുള്ള അവനാണ്. അപ്പം ഞാനവനെ ചീക്കു എന്ന് പേരിട്ട് വിളിച്ചു. അപ്പം ഞാനവനെ ഇടയ്ക്ക് എങ്ങനെ വിളിക്കും. അവൻ ചില സമയത്ത് അവൻ എന്നെ മൈൻഡ് ചെയ്യും, അല്ലാത്ത സമയത്ത് അവൻ അവൻ്റെ ബിസിനസ്സായിട്ട് അവൻ അങ്ങനെ നടക്കും. അവൻ കറക്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ അവൻ ആ ടേബിളുകൾ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് അവനിങ്ങനെ കെടുക്കും. അപ്പോൾ കുറേ ആൾക്കാർ അവന് ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ അവന് കൊടുക്കും. അപ്പോൾ ഞാനും അതുപോലെ ഇടയ്ക്കൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ എഗ്ഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലെഫ്റ്റ് ഓവർ ഫുഡ് അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഓവർ ഫുഡ് ഉണ്ടെങ്കിൽ ഞാനത് അവന് കൊടുക്കാറുണ്ട്. കുറേ സമയത്തൊക്കെ ഞാനവന് അത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് അത്യാവശ്യം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബോണ്ട് പോലെയായി. അവൻ അത്യാവശ്യം ഇപ്പം ഞാൻ കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്തേക്ക് വരും. അതുപോലെ തന്നെ അവൻ എൻ്റെ കാണുമ്പോൾ വാലാട്ടി നിൽക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ഞാൻ വരുമ്പോൾ അവനിടയ്ക്ക് എന്നെ അത് കണ്ടു കഴിഞ്ഞാൽ അവൻ വാലാട്ടുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇതുപോലെ ഓഫീസും കഴിഞ്ഞ് വൈകുന്നേരം ഈവനിങ് ആയപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു വരികയാണ്. ഓഫീസും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ നോക്കുമ്പോൾ ഇവനിങ്ങനെ ഭയങ്കര വയലൻ്റായിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഇവൻ നിൽക്കുകയാണ്. ഇങ്ങനെ വയലൻ്റായിട്ട് നിൽക്കണ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം ഇവൻ ഇതേവരെ ഇങ്ങനെ ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് കുരയ്ക്കുക പോലും ഇവൻ ചെയ്യാത്തവൻ പെട്ടെന്നൊരു ദിവസം ഇവനിങ്ങനെ ഭയങ്കര വയലൻ്റായിട്ട് നിൽക്കണ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി, ഒന്ന് പേടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കി പിടിച്ച് വന്നപ്പോൾ അവൻ്റെ ഓപ്പോസിറ്റ് ഗ്യാങ് കുറച്ചങ്ങ് ദൂരെ മാറിയ വേറൊരു ഓപ്പോസിറ്റ് ഗ്യാങ് ഓഫ് ഡോഗ്സ് ഉണ്ട്. അപ്പോൾ ആ ഡോഗ്സ് ഇവൻ്റെ ഏരിയയിലേക്ക് വന്നു. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അവനിങ്ങനെ ആകെ അവനിങ്ങനെ ഓടി വരിക വയലൻ്റായിട്ട് എൻ്റെ നേരെ. അതായത് അവിടുത്തെ ഇഷ്യൂ അവൻ സോൾവ് ചെയ്തിട്ട് അവൻ എൻ്റെ നേരെ ഇങ്ങനെ ഓടി വരികയാണ്. അവനിങ്ങനെ ഓടി വരിക. അപ്പോൾ ഇങ്ങനെ ഓടി വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ആകെ പേടിച്ച് ഇങ്ങനെ അവിടെ വിറങ്ങലിച്ചവിടെ ഞാൻ ഇങ്ങനെ നിന്നു. അപ്പോൾ ഇവൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചാർജ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വയലൻ്റായിട്ട് ഇങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ ഓടി വരിക. അപ്പം ഇത് ഓടിയൊന്ന് കണ്ട് ഞാൻ ആകെ പേടിച്ച് പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ണടച്ച് അവനങ്ങനെ നിന്നു. ഇത് കഴിഞ്ഞ് ഇപ്പം കടിക്കുമെന്ന് വിചാരിച്ച് ഞാനവിടെ അങ്ങനെ ഇതായിട്ട് സ്റ്റാച്ചു പോലെ ഞാൻ അവിടെ നിന്നു. അപ്പം ഇത് കഴിഞ്ഞ് ഞാനൊന്ന് കുറച്ചൊരു 15 സെക്കൻഡ്സ് ഞാനങ്ങനെ കണ്ണടച്ച് അവിടെ നിന്നു. ഇത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്നൊന്ന് കണ്ണുറന്ന് നോക്കിയപ്പോൾ അവനങ്ങനെ എൻ്റെ മേത്ത് അങ്ങനെ കടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ അടിയിലേക്ക് നോക്കിയപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എൻ്റെ ശരിക്കും കാലിൻ്റെ അടുത്ത് അവൻ ടച്ച് ചെയ്തിട്ടില്ല. അവൻ തൊട്ടടുത്ത് അവൻ വന്ന് ഇങ്ങനെ ഇരിക്കുക. അവനിങ്ങനെ വാലാട്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുക. ആ ഒരു ഇത് കണ്ടപ്പോൾ ശരിക്കും പിന്നെ ഞാൻ ഞെട്ടി. എന്നിട്ട് അവനെ ഇങ്ങനെ ഭയങ്കര ഒരു മന്ദഹാസത്തോടെ അവനെങ്ങനെ ചിരി എന്ന് പറയാൻ പറ്റില്ല. അവനങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഭയങ്കര ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു അപ്പം അവൻ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം ഇങ്ങനെയായിരിക്കും: നിങ്ങളൊരു പാവം മനുഷ്യനാണ്, നിങ്ങളെന്തായാലും ഞാൻ കടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും അവൻ പറയാനും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു അതായത് ഞങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു സമയത്തുണ്ടായ ഒരു ബോണ്ടായിരുന്നിരിക്കാം അവനങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ ഇത്ര വയലൻ്റായിട്ട് വരുന്ന ഒരാൾ ചിലപ്പോൾ കടിച്ചേനെ, അല്ലെങ്കിൽ എനിക്കൊരു കടി കിട്ടേണ്ട ഒരു ഇതായിരുന്നു. അതിങ്ങനെ ഒരു ബോണ്ട് കാരണമാണ് അത് എസ്കേപ്പായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ
അപ്പം ഞങ്ങൾ തമ്മിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബോണ്ട്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഞാൻ അവന് ഭക്ഷണം വെച്ച് കൊടുത്തു എന്നുള്ള ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് അന്ന് ആ കടി കിട്ടാഞ്ഞത് എന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം ആ ഒരു സംഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറന്നിട്ടില്ല, എന്നിട്ട് മറക്കൂല്ല. അതങ്ങനെ ആ ഒരു ട്രസ്റ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ കാണിച്ചു തന്ന ആ ചീക്കു എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ചെറുകഥ. അപ്പം നിങ്ങൾക്ക് കാര്യം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു മെസ്സേജായിട്ട് വരാം. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക, എല്ലാം ഉഷാറായിട്ട് നടക്കട്ടെ. താങ്ക് യു വൺ ആൻഡ് ഓൾ.